PPP സാധാരണ നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഇതാ ഞങ്ങൾക്കൊരു വിഷയത്തിൽ ചർച്ച ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധിക്കുന്നത് സ്വാഭാവിക കാഴ്ചയാണ്. നമ്മൾ ഈ നിയമസഭാ ചരിത്രത്തിൽ എത്രയോ തവണ കണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ചർച്ച വേണേ എന്ന് പറയുകയാണ്. ആ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല, നിങ്ങൾ ദയവായി തയ്യാറാകൂ എന്ന് പറയേണ്ടി വരികയാണ്. സഭയ്ക്ക് പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കേണ്ടി വരുന്നു ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങൾക്ക്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതെന്ന്? കേരളത്തിലെ UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വവും തന്ത്രങ്ങൾ പാളിപ്പോയ ഒരു പ്രതിപക്ഷ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അവരുടെ ഇടപെടലുകളിന്റെ ദുരന്തവുമാണ് നമ്മൾ ഇന്ന് തൊട്ട് ആരംഭിച്ച കേരള നിയമസഭയിൽ കാണുന്നത്. കാരണം ഇവിടെ അസിത ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഈ പ്രതിപക്ഷം ഈ നിയമസഭയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എപ്പോഴൊക്കെ സമൂഹത്തിൽ ഉയർന്നു വന്ന പല വിഷയങ്ങളിലും ചർച്ചകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ധൈര്യപൂർവം ആ വിഷയങ്ങളിൽ ചർച്ച അനുവദിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഒരു കണക്ക് അസിത ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്. 1957 സംസ്ഥാനം രൂപീകരിച്ചു. ഇപ്പൊ 2026 കേരള രൂപീകരണത്തിന്റെ 70ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 70 വർഷത്തിനിടയിലെ സംസ്ഥാന നിയമസഭയിൽ ആകെ വന്ന അടിയന്തര പ്രമേയങ്ങളുടെ എണ്ണം 53. അതിൽ 17 എണ്ണവും ചർച്ചയ്ക്കെടുത്തത് ഈ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ. പിണറായിയുടെ 1ഉം 2ഉം സർക്കാരുകൾ കൂടി ചേർത്താൽ 23 പ്രമേയങ്ങൾ എന്ന് പറഞ്ഞാൽ 60 വർഷം കൊണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്തത് 30 പ്രമേയങ്ങൾ മാത്രമാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 23 പ്രമേയങ്ങൾ ഈ VD സതീശൻ ഉൾപ്പെടെ പങ്കാളിയായിട്ടുള്ള 1ാം പിണറായി ഗവൺമെന്റും അദ്ദേഹം നേതൃസ്ഥാനത്ത് വന്ന 2ാം പിണറായി ഗവൺമെന്റിന്റെയും കാലത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. 23 എണ്ണം കൊണ്ട് അവർക്ക് തൃപ്തിയായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അടിയന്തര പ്രമേയത്തിൽ വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്നത് കൊണ്ടുവരാതിരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFന്റെ ജാള്യതയാണ് ഇതിൽ വ്യക്തമാകുന്നത്. കാരണം ഇവിടെ ശ്രീ ലാൽകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ നമ്മുടെ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി ധാരാളം വിഷയങ്ങൾ വിവാദമാക്കുകയാണ് ചെയ്യുന്നത്. അവർ സംവാദമാക്കുകയല്ല ചെയ്തത്. അങ്ങനെ വിവാദമാക്കിയ വിഷയങ്ങൾ അവർ നിയമസഭയിൽ ചർച്ച കൊണ്ടുവരും. അവര് കരുതിയത് നേരത്തെയുള്ള പലപ്പോഴുമുള്ള ശീലം വെച്ചിട്ട് എന്നാൽ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം അനുമതി നിഷേധിക്കും, അപ്പൊ ഇറങ്ങിപ്പോക്ക് നടത്താം, ഒരു പാളം സൃഷ്ടിക്കാമെന്നാണ്. പക്ഷെ ഈ ഗവൺമെന്റ് നേരെ തിരിച്ചാ ചെയ്തത്. കാരണം എന്താ, ഈ ഓരോ വിഷയത്തെയും അത് സംവാദാത്മകമായിട്ട് പരിഗണിച്ചതാണ് ഇടതുപക്ഷം. അതേക്കുറിച്ച് കൃത്യമായ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട്. അതിനെ നെറികെട്ട നിലയിൽ വിവാദമാക്കാനാണ് വലതുപക്ഷം മാധ്യമങ്ങളുടെ പിൻബലത്തോടു കൂടി ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചർച്ചയ്ക്കെടുത്തപ്പോൾ അവര് ചീട്ടുകെട്ടാരം പോലെ തേഞ്ഞുപോയി. അവര് പലപ്പോഴും നിയമസഭയിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ പോലും നമ്മൾ കണ്ടല്ലോ. ഈ ഒടുവിലത്തെ തൊട്ട് മുമ്പുള്ള സഭാ സമ്മേളനത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് 3 ദിവസം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഓരോ ദിവസവും തേഞ്ഞുപോയി. അവരെ പിന്തുണക്കുന്ന, അവർക്ക് വേണ്ട ഇൻപുട്ട് കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും എഴുതേണ്ടി വന്നു, അവർക്ക് പോലും വിശകലനം ചെയ്യേണ്ടി വന്നു. അടിയന്തര പ്രമേയവുമായി വന്നിട്ട് ഈ പ്രതിപക്ഷമാകെ തീഞ്ഞുപോയി. എന്താ കാരണം? അവിടെയാണ് പ്രതിപക്ഷ നേതാവ്, അയാളാണല്ലോ ഫ്ലോർ മാനേജർ, അദ്ദേഹമാണല്ലോ ഇതിന്റെ തന്ത്രമൊക്കെ ആവിഷ്കരിക്കേണ്ടയാൾ. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തങ്ങൾക്കൊരു ദുരന്തമായി എന്ന് UDF തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് UDF ആലോചിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങൾക്ക് ചർച്ചയെ വേണ്ട. പിന്നെ എന്ത് ജനാധിപത്യത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചയും സംവാദവും അല്ലേ? അതിനെ ആർജവത്തോടു കൂടി നേരിടാൻ കഴിയലല്ലേ? തങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ, നിഗമനങ്ങൾ അത് ശക്തമായിട്ട് അവതരിപ്പിക്കാൻ, അതിനോടുള്ള ഭരണപക്ഷത്തിന്റെ വിയോജിപ്പുകൾ, അവരുടെ വിശദീകരണങ്ങൾ, അവരുടെ മറുപടികൾ, അതല്ലേ ജനാധിപത്യം? ആ ജനാധിപത്യത്തിൽ വേണ്ടത് ചർച്ചയല്ലേ? അതിന് പകരം ഞങ്ങൾക്ക് ചർച്ച വേണ്ട എന്ന് പറയുന്നവർ എന്ത് കോൺഗ്രസ് ആണ്? ഗാന്ധിജിയുടെ കോൺഗ്രസ് ആണോ നിങ്ങൾ? നെഹ്റുവിന്റെ കോൺഗ്രസ് ആണോ നിങ്ങൾ? ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യമുള്ള കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾ ചർച്ചക്കല്ലേ സന്നദ്ധമാകേണ്ടത്? നിങ്ങൾ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളും അതിന്റെ മര്യാദകളും ഉയർത്തിപ്പിടിക്കാനല്ലേ സന്നദ്ധമാകേണ്ടത്? അതിനു പകരം ഈ പ്രതിപക്ഷം പേടിച്ചോടുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത് അസിത ചൂണ്ടിക്കാണിച്ചതുപോലെയാണ്.
അവർക്ക് മുന്നനുഭവങ്ങളിൽ നിന്ന് അറിയാം. ഈ വിഷയം ഉൾപ്പെടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തെ ആളിക്കത്തിച്ചു. ഇവിടെ ഇന്നിപ്പോ സഭയിൽ കേട്ട അവര് തുടങ്ങി വെച്ചു ആ പാർട്ടി, അത് അവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്നു. അയ്യപ്പൻ പോറ്റിയെ കേറ്റത് ആരപ്പ എന്ന് ചോദ്യം പ്രതിപക്ഷത്തു നിന്ന് വന്നപ്പോൾ ഭരണപക്ഷം കോറസ് ആയിട്ട് ഉത്തരം പറഞ്ഞു. അത് സോണിയാഗാന്ധിയാണ്, അത് കോൺഗ്രസ് ആണ്. വളരെ കൃത്യമല്ല നമ്മുടെ മുന്നിൽ. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് UDF ആണ്. പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് കയറ്റിയത് UDF ആണ്. ആ കള്ളനായ പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ്. അവിടെയാണ് ഇതിന്റെ ടേണിംഗ് പോയിന്റ്. ആ ടേണിംഗ് പോയിന്റ് വന്നപ്പോഴാണ് ഇപ്പൊ അവർക്ക് കൊഞ്ഞനം കുത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പോലും, അദ്ദേഹം വലിയ ജനാധിപത്യവാദിയായിട്ടാണ് പറയാറുള്ളത്. ഞാൻ എന്തും പഠിച്ചു പറയുന്നയാൾ അദ്ദേഹം പലപ്പോഴും അവകാശപ്പെടാറുള്ളത്. പലപ്പോഴും നിയമസഭയിൽ തന്നെ ഈ ചർച്ചകൾ വന്നപ്പോ മാധ്യമങ്ങളുമായിട്ടുള്ള വിനിമയത്തിനിടയിൽ അദ്ദേഹം എപ്പോഴും പറയാനുള്ളത് ഞാൻ എന്തും പഠിച്ചിട്ട് പറയുന്നയാളാണ് എന്നാണ്. ആ പഠിച്ചിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് പല സന്ദർഭങ്ങളിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ ഇവർ അങ്ങേയറ്റം ഇളിഭ്യരായി പോയത് നിയമസഭയിൽ. അത് ഇന്ന് പഴയതുപോലെയല്ലല്ലോ. ഇതൊക്കെ ലൈവായിട്ട് കാണുന്നത് കൊണ്ട് ഇനി അങ്ങനെ ഒരു ചാൻസ് ഇതുപോലൊരു സന്ദർഭത്തിൽ ഇപ്പോഴത്തെ നിയമസഭയുടെ അവസാനത്തെ സെഷൻ കൂടിയാണല്ലോ. അപ്പോ അങ്ങനെ തങ്ങൾ ഈ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വിവാദ വിഷയമാക്കാൻ ശ്രമിച്ച കാര്യം അത് ഇടതുപക്ഷത്തിന്റെയും അതുപോലെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ചുമലിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഒരു വിഷയം, ആ വിഷയത്തിൽ സ്വന്തം നെഞ്ചിന് നേരെ വലിയ നിലയിൽ തെളിവുകൾ പുറത്തു വരുന്നു. അതിന്റെ ഒരു കാര്യം കൂടി ഇന്ന് വന്നല്ലോ. ഇപ്പോ കടകംപള്ളി സുരേന്ദ്രനെതിരെ അദ്ദേഹം നേരത്തെ പ്രസ്താവന നടത്തി. ഇതൊക്കെ കട്ടതാര്, കൊണ്ടുപോയതാര്, കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. 108-ാം ദിവസം ഇന്നിപ്പോ കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ ഡിഫമേഷൻ കേസിൽ 108-ാമത്തെ ദിവസം ഇദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം മോഷ്ടിച്ചുവെന്നോ കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിന്റെ സൂത്രധാരനെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനൊരു മാനനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പൊതുവായിട്ട് ചില വർത്തമാനം പറഞ്ഞതേ ഉള്ളൂ എന്നാണ്.